Hi, I am Rogis Jose, Managing Director of Alpha Academy. +1, +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച ഏതൊരു വിദ്യാർത്ഥിയുടെയും ഡ്രീമായ ബെസ്റ്റ് ക്യാമ്പസുകൾ MBBS, BDS, ഹോമിയോ, ISRO, ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഡിഫൻസ് അക്കാഡമി, IITs, കുസാറ്റ്, ഐക്കർ ഇതേപോലുള്ള ബെസ്റ്റ് ക്യാമ്പസുകളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച എൻട്രൻസ് എക്സാമിനേഷനിൽ നമുക്ക് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി. ഈ സബ്ജക്ട്സിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷന് അപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ടഫായി മാറുന്ന, ഡിഫിക്കൽട്ടായി മാറുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറുന്ന സബ്ജക്റ്റാണ് ഫിസിക്സ്. ആ ഫിസിക്സിനെ ഈസി ആക്കാൻ 2 കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ തിയറി കൺസെപ്റ്റ് ഡെപ്ത് പഠിക്കുക. രണ്ടാമത്തത്, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആകുക. ഈ രണ്ടാമത്തെ സെഷൻ ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ടൈം ബൗണ്ടഡ് ആയിട്ട് ആൻസർ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ഷോർട്ട് കട്ട് മെത്തേഡ്സിലൂടെ ആൻസറിലെത്തണം, ഇതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിക്കണമെങ്കിൽ ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ബെസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ബെസ്റ്റ് കോച്ചിങ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. അതിനു വേണ്ടിയിട്ട് ആൽഫ അക്കാഡമി ഒരു സീരീസ് ആയിട്ട് തന്നെ പല പാർട്ടുകളായി, പല വോളിയൂംസ് ആയിട്ട് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരു പാർട്ടാണ് ഇന്ന് നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട മെത്തേഡ്സുകൾ പഠിക്കുക, ക്വസ്റ്റ്യൻസിൽ ധാരാളം എക്സ്പീരിയൻസ് നേടിയെടുക്കുക, വിജയികളായി മാറുക. ഇന്ന് ഈ പാർട്ട് കാണുമ്പോൾ ഇതിൻ്റെ മുൻപുള്ള പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ ആ പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ഈ വീഡിയോ കാണുക. അങ്ങനെ ചെയ്താൽ മുന്നോട്ടുള്ള പാർട്ടുകളും നിങ്ങൾ കാണുമ്പോൾ ഓബ്ജക്റ്റീവിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിച്ച് ആൽഫയുടെ ക്യാമ്പസിൽ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന കുട്ടികളെ ഏറ്റവും നല്ല വിജയികളായി, ആവറേജ് സ്റ്റുഡൻസിനെ പോലും മികച്ച വിജയികളാക്കി മാറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിച്ച് നിങ്ങൾക്കും ഏറ്റവും നല്ലൊരു വിജയം നേടാൻ പറ്റുന്ന വിദ്യാർത്ഥികളായി മാറും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വോളിയൂംസും നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയം നേടാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളായി മാറട്ടെ. എന്നും നിങ്ങളുടെ വിജയത്തിന് നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി. ബെസ്റ്റ് വിഷസ്. In the case of hose pulling cart, the force that causes the hose to move forward is the force that. മനസ്സിലായോ? In the case of hose pulling a cart, ഹോസ് എങ്ങനെയാണ് കാർട്ടിനെ പുള്ളി എന്ന് അറിയാമല്ലോ, നേരെയല്ല, ഒരു ആംഗുലർ ഫോഴ്സ് ആണ്. കാർട്ട്, ദ ഫോഴ്സ് ദാറ്റ് കോസ് എന്ത്, ദ ഹോസ് എന്തിന്, ടു മൂവ് ഫോർവേഡ്, ഫോർവേഡിലേക്ക് മൂവ് ചെയ്യാൻ, ഈസ് ദ ഫോഴ്സ് ദാറ്റ് ദ ഹോസ് എക്സെർട്ട് ഓൺ ദ ഗ്രൗണ്ട്, the hose exert on the cart, the ground exert on the hose, the cart exert on the hose. ഇതിൽ ഏതാണ് cause the hose to move forward? അതാണ് അറിയേണ്ടത്. ഏത് ഫോഴ്സ് ആണ് ഈ പണി ചെയ്യുന്നത്, ഇതാണ് അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി കാണും. ഈ 4 ചൂസ് ചെയ്യണം, അല്ലാതെ പലതാണെന്ന് തോന്നും. എന്തായിരിക്കും? ഓപ്ഷൻ സി എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ആര് തമ്മിൽ ആ കണക്ഷൻ എന്ന് ഓർമ്മയുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഹോഴ്സ് ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ അതിനെ ഫോർവേഡിലേക്ക് മൂവ് ചെയ്യിക്കുന്ന ആ ഒരു കോസ് ഓഫ് ഫോഴ്സ് ഇതിലേതാണ്? ദ ഗ്രൗണ്ട് എക്സെർട്ട് ഓൺ ദ ഹോഴ്സ്. അങ്ങനെ തോന്നിയോ? അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേറെ പല രീതിയിൽ സ്കൂൾ ക്ലാസ്സുകൾ, കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു എന്താ പറയുന്നത്, ഓടുമ്പോൾ, മണ്ണിൽ കൂടി ഓടുമ്പോഴത് ഫീൽ ചെയ്യും. നിങ്ങളുടെ ഫുഡിൻ്റെ അടിയിൽ നിന്ന് സാൻഡ് ബാക്കിലേക്ക് തെറിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കുതിച്ച് ഓടുക എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്പ്രിൻറ്റേഴ്സ് ഒക്കെ പറയുന്നത് പോലെ കുതിച്ച് ഓടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കുതിച്ചില്ലെങ്കിൽ അവരുടെ ആ ഇനീഷ്യൽ ആക്സിലറേഷൻ കുറയും. അപ്പം ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത് ആരാണോ അവനാണ് ഫോഴ്സ്. അപ്പോൾ ഗ്രൗണ്ടിൽ ഒരു സപ്പോർട്ടിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നിലേക്ക് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവം? ഏത് ഫോഴ്സിലാണോ നിങ്ങൾ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഗ്രൗണ്ട് നിങ്ങളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യും.
ഇതേ തിയറി ഹോഴ്സിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഹോഴ്സ് മുന്നോട്ട് കുതിക്കുന്നതിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്, ഒരു നോർമൽ ഒരു റിയാക്ഷൻ കൊടുക്കുന്നത് ഗ്രൗണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ദ ഗ്രൗണ്ട് എക്സർട്ട് ഓൺ ദ ഹോഴ്സ്, ദ വാട്ട് ഫോഴ്സ് കോസസ് ദ ഫോർവേഡ് മോഷൻ ഓഫ് ദ ഹോഴ്സ്. ഹോഴ്സിന്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും. എ ഫയർമാൻ വാണ്ട്സ് ടു സ്ലൈഡ് ഡൗൺ എ റോപ്പ്. The breaking load of the rope is 3/4 of weight of the man. With what acceleration should he slide down? Question മനസ്സിലായോ? അത് ഫയർമാൻ വേണമെന്നില്ല, നിങ്ങളായിക്കോട്ടെ. ഒരു റോപ്പിൽ കൂടി താഴേക്ക് ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങുന്ന സമയത്ത് ഈ യൂസ് ചെയ്യുന്ന റോപ്പിൻ്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ വെയ്റ്റിൻ്റെ 3/4 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങേര് വിത്ത് വാട്ട് ആക്സലറേഷൻ, ഏത് ആക്സലറേഷനിൽ താഴേക്ക് ഇറങ്ങിയാൽ കയർ പൊട്ടാതിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ ഹി ക്യാൻ ബി സ്ലൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഏത് ആക്സലറേഷൻ അങ്ങനെ നിരങ്ങി ഇറങ്ങാം എന്ന് മാത്രം ധരിക്കരുത്. അത് ഏത് ആക്സലറേഷനിൽ വേണം നിരങ്ങി ഇറങ്ങാം, ചിലപ്പോൾ വന്ന് മലനടിച്ച് വീഴുമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ഉദ്ദേശിക്കുന്നത്. റോപ്പ് പൊട്ടാതെ എങ്ങനെ ഈസി ആയിട്ട് താഴെ ഇറങ്ങാം, അതിന് വേണ്ട പോസിബിൾ കണ്ടീഷൻ എന്താണ്? ഇതൊക്കെ തിയറി ക്വസ്റ്റൻ ആണ്. വാല്യൂസ് ന്യൂമറിക്കലാണ് കിടക്കുന്നതെങ്കിലും തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ, താഴേക്ക് ഇറങ്ങുമ്പോൾ വെയിറ്റ് mg താഴേക്ക്, ആ വെയിറ്റിനെ ആര് ഹോൾഡ് ചെയ്യണം? ടെൻഷൻ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ma താഴേക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? mg - t. ഇതായിരുന്നല്ലേ ഇക്വേഷൻ. ഞാനിവിടെ ആറും ഒക്കെ യൂസ് ചെയ്യുന്നത്, അതവിടെ നിൽക്കട്ടെ. ma താഴേക്കാണെങ്കിൽ mg താഴേക്ക് -t മുകളിലേക്ക്. ശരിയാണല്ലോ. ദെൻ ആക്സലറേഷൻ, അത് കണ്ടീഷൻ, പൊട്ടുന്നില്ല. അങ്ങനെ പൊട്ടാതിരിക്കണമെങ്കിൽ, ഇങ്ങനെ കണ്ടീഷൻ വന്നാലേ പൊട്ടാതിരിക്കുള്ളൂ. അത് പൊട്ടാതിരിക്കണമെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കണം? ഒന്ന് നോക്ക്. r ഈസ് ഈക്വൽ ടു 3/4 mg എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ r ഈസ് ഈക്വൽ ടു, മനസ്സിലായില്ലേ? ഇവിടെ സംഭവം ഇതാണ്. ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ma is equal to mg minus t. Here the maximum breaking strength is equal to 3/4 of weight of the man എന്നല്ലേ പറഞ്ഞേക്കുന്നത്. Therefore you can substitute the value. Therefore ma is equal to mg minus 3/4 mg. എമ്മും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 3/4. ഹൗ മച്ച് ഈസ് ദ വാല്യൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4 ജി. സി ദിസ് ഈസ് ദ ആൻസർ. നോക്ക്, g/4. സിമ്പിൾ അല്ലേ കണ്ടീഷൻ? ദെൻ വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Next question. The force constant of a spring is K and that of another spring of the same material is 2K. If both the springs are stretched through the same distance, then ratio between the work done by the spring is. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. വർക്ക് ഡൺ W is equal to half kx². കൈനറ്റിക് എനർജി റിലീസ്ഡ് ഓർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് then what is the ratio between their work done? half kx² x സെയിം ആയതുകൊണ്ട് W is directly proportional to k. Therefore W1/W2 is equal to k1/k2. Then what about the next question? A ball of mass 2 kg and another of mass 4 kg are dropped together from. See, this is a repeating question. Kinetic energies are in the ratio. Leave it. Here also we already find out the value as 1:2 കാരണം കണ്ടീഷനിൽ ഓർമ്മയുണ്ടല്ലോ. Then question number 30. What about this? A light spring of constant 200 Newton per meter is compressed by 4 cm and 0.16 joule work was done. Then the extra work done to stretch it to further 8 cm is. Question മനസ്സിലായോ? A light spring of constant 200 Newton per meter is compressed by 4 cm. Compressed by 4 cm. And 0.16 joule work has done. Then the extra work done to stretch it to further 8 cm. See, right now
that one is already compressed by 4 centimeter, and the question demands that an extra compression of 8 centimeter, means the total compression should be 8 plus 4, 12 centimeter. Then the extra work, then whatever may be the work done, I mean this question you can resolve in two different ways. One is, in the first case you have to find out the value of work done to compress it 4 centimeter, that already given there in the question is 0.16 joules. And the next is, then what? Further 8 centimeter. That means you can start up from that particular point of 4 centimeter. 4 സെന്റിമീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അതല്ല എങ്കിൽ 0-ൽ നിന്ന് 8 സെന്റിമീറ്റർ എത്താൻ വേണ്ട വർക്ക് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം? 0.16 ജൂൾസ് വർക്ക് ചെയ്ത് നിങ്ങൾ 4 സെന്റിമീറ്ററിൽ എത്തി കഴിയുമ്പോൾ വാട്ട് അബൌട്ട് ദ വാല്യൂ, കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ട് എത്തുകൊണ്ട് അടുത്ത 8 സെന്റിമീറ്ററിലേക്ക് കംപ്രസ് ചെയ്യാൻ എത്രയും കൂടെ ചെയ്യണം. മനസ്സിലായോ? ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. എന്താ ഞാനിവിടെ ചെയ്തേക്കുന്നത് നോക്കൂ. ഞാൻ രണ്ടാമത്തേതാണ് യൂസ് ചെയ്തത്. സി ഹിയർ W ഈസ് ഈക്വൽ ടു ഹാഫ് kx². ആദ്യം എത്ര, രണ്ടാമത് എത്ര, അത് തമ്മിലുള്ള ഡിഫറൻസ് എക്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈസി ആയിട്ട് ആൻസറിലേക്ക് പോകാം. കണ്ടല്ലോ 3 മെത്തേഡ്. അപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം, കാരണം ഇത് ഷോർട്ട് കട്ടാണ്.